ഞങ്ങളിൽ ആരെ കണ്ടാലാണ് കൂടുതൽ പ്രായം തോന്നിക്കുക? എമർജിംഗ് ടീംസ് ഏഷ്യ കപ്പിനായി യാത്ര തിരിക്കുമ്പോൾ വൈഭവ് സൂര്യവംശിയുടെ തോളിൽ കൈയിട്ട് സഹതാരം യുധുവീർ സിംഗിന്റെ ചോദ്യമായിരുന്നു അത്. വൈഭവ് ഒറ്റ വാക്കിൽ ഇങ്ങനെ പറഞ്ഞു വെച്ചു, നോ കമൻസ്. അരികിലുണ്ടായിരുന്ന ഗുർജപ്നീത് സിംഗ് ഇത് കേട്ട് പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. 28 വയസ്സുണ്ട് യുധുവീറിന്, അതായത് വൈഭവിൻ്റെ ഇരട്ടിപ്രായം. അയാളുടെ വയസ്സ് ഏറെക്കാലമായി ക്രിക്കറ്റ് സർക്കിളുകളിലെ സുപ്രധാന ചർച്ചാ വിഷയങ്ങളിൽ ഒന്നാണല്ലോ. 14 വർഷം 233 ദിവസം. നിലവിൽ അയാൾ കളിക്കുന്ന ടീമുകളിലൊന്നും അതിൽ താഴെ പ്രായമുള്ള ഒരാളില്ല തന്നെ. 2011 ജനിച്ച ഒരാളിപ്പോൾ എത്രാം ക്ലാസ്സിൽ പഠിക്കുകയാവും? തജ്പൂരിലെ മുഖതേശ്വർ സിൻഹ മോഡസ്റ്റി സ്കൂളിലെ ഒരു 8ാം ക്ലാസ്സുകാരൻ പയ്യൻ. അവൻ ക്രിക്കറ്റ് ലോകത്തിൻ്റെ നെറുകയിലേക്ക് ശരവേഗത്തിൽ ഓടിക്കയറുന്നു. വർഷങ്ങളായി ബാറ്റ് പിടിച്ച് കൈത്തടക്കം വന്ന ഒരാളെ പോലെ ഗാലറികളിലേക്ക് തുരുതുരെ സിക്സറുകൾ പായിക്കുന്നു. സെഞ്ചുറികൾ അയാളുടെ സുപ്രധാന ഹോബികളിൽ ഒന്നായി മാറുന്നു. എമർജിംഗ് ടീംസ് ഏഷ്യ കപ്പിൽ UAEക്കെതിരെ ഇന്ത്യ വിജയിച്ചു തുടങ്ങുമ്പോൾ ഒരൊറ്റ പേര് മാത്രമേ ഇപ്പോൾ അന്തരീക്ഷത്തിലുള്ളൂ, വൈഭവ് സൂര്യവംശി. 342 സ്ട്രൈക്ക് റേറ്റിൽ ഒരു സെഞ്ചുറി. 3 അക്കം തൊടാൻ ഇക്കുറി അയാൾ എടുത്തത് വെറും 32 പന്തുകൾ. ഗാലറിയിലേക്ക് മൂളിപ്പറന്നത് 15 സിക്സറുകൾ, ഒപ്പം 11 ഫോറുകൾ. കണ്ണ് തള്ളിപ്പിക്കുന്ന ഈ കണക്കുകൾ കണ്ട ശേഷം അനധിവിദൂര ഭാവിയിൽ ഇയാൾ T20 ക്രിക്കറ്റിൽ ഒരു ഡബിൾ സെഞ്ചുറി കുറിക്കും എന്നാരെങ്കിലും പറഞ്ഞാൽ അത് അതിശയോക്തിയായി പോകുമോ? ദോഹയിലെ വെസ്റ്റേൺ പാർക്ക് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്നലെ കളി കാണാനെത്തിയവരൊക്കെ അത്ഭുതം കൂറിയാണ് ആ ഇന്നിംഗ്സ് കണ്ടുനിന്നത്. പ്രിയാൻ ചാരിക്കൊപ്പം അയാൾ ക്രീസിലെത്തുന്നു. നേരിട്ട ആദ്യ ഓവറിൽ തന്നെ ഒരു 6ഉം 4ഉം പറത്തി ആരംഭിക്കുന്നു. പവർ പ്ലേ പിന്നിടുമ്പോഴേക്കും അർദ്ധ സെഞ്ചുറികൾ തൊടുന്നു. അതിനായി എടുത്തത് വെറും 17 പന്തുകൾ. 4 പടുകൂറ്റൻ സിക്സറുകളും 7 ഫോറുകളും അയാളുടെ ബാറ്റിൽ നിന്ന് അപ്പോഴേക്കും പിറന്നു കഴിഞ്ഞിരുന്നു. പവർ പ്ലേ കഴിഞ്ഞ ശേഷമാണ് അയാൾ അല്പം കൂടി അപകടകാരിയായത്. മുഹമ്മദ് ഫറാസുദ്ദീൻ എറിഞ്ഞ 7ാം ഓവറിൽ പിറന്നത് 3 6ഉം 2 4ഉം. 2 ഓവർ പൂർത്തിയാക്കിയ ഫറാസുദ്ദീൻ ആ സമയം കൊണ്ട് വഴങ്ങിയത് 38 റൺസ്. 10ാം ഓവറിൽ സെഞ്ചുറി. അർദ്ധ സെഞ്ചുറിക്ക് ശേഷം 3 അക്കം തൊടാൻ പിന്നെ എടുത്തത് വെറും 15 പന്തുകൾ കൂടി.